മുരിങ്ങൂരിൽ ഫ്ലൈ ഓവർ പണിയുന്നതിന്റെ ഭാഗമായി നാഷണൽ ഹൈവേയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ബസ് സർവീസുകൾ അവതാളത്തിൽ. സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ സംഘടനാ ഭാരവാഹികൾ. വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ ജീവനക്കാർ. ചാലക്കുടി നഗരസഭാ ചെയർമാന്റെ മുറിക്ക് മുന്നിൽ വാർഡ് കൗൺസിലറുടെ ഒറ്റയാൾ സമരം. വയോധികനായ ഒരാളുടെ മൃതദേഹത്തോട് ചെയർമാൻ അനാദരവ് കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മുരിങ്ങൂരിൽ ഫ്ലൈ ഓവർ പണിയുന്നതിന്റെ ഭാഗമായി നാഷണൽ ഹൈവേയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ബസ് സർവീസുകൾ അവതാളത്തിൽ. ചാലക്കുടിയിൽ നിന്നും തെക്കോട്ട് പോകുന്ന ബസ്സുകൾ വഴിയിൽ കുടുങ്ങിയതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടിയുള്ള സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. നാഷണൽ ഹൈവേ മുരിങ്ങൂരിൽ ഫ്ലൈ ഓവർ പണിയുന്നതിന്റെ ഭാഗമായി വാഹനങ്ങൾ തിരിച്ചുവിടുന്ന സർവീസ് റോഡ് തകർന്നത് മൂലം നീണ്ട ഗതാഗതക്കുരുക്കാണ് നാഷണൽ ഹൈവേയിൽ ഇന്ന് അനുഭവപ്പെട്ടത്. ചാലക്കുടിയിൽ നിന്നും തെക്കോട്ട് പോകുന്ന റൂട്ടുകളായ കാടുകുറ്റി, മേലൂർ, കൊരട്ടി, നാലുകെട്ട്, പാലപ്പിള്ളി, അന്നമനട, മാമ്പ്ര, പറവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകൾക്ക് സർവീസ് നടത്താൻ സാധിച്ചില്ല. ഓടിയ ബസ്സുകൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കേവലം 1 കിലോമീറ്ററോളം വരുന്ന സർവീസ് റോഡ് ടാർ ചെയ്ത് ബലപ്പെടുത്തിയാൽ തീരാവുന്ന കാര്യമാണിത്. അധികൃതരുടെ അനാസ്ഥയാണ് ഈ സ്ഥിതി വരുവാൻ കാരണം. ചെറുവാഹനങ്ങൾ പഞ്ചായത്ത് റോഡിൽ കൂടെ തിരിച്ചുവിടുന്നത് മൂലം ഈ റോഡുകളും തകരാറിലായി. 10 ദിവസത്തിനകം പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ റൂട്ടിൽ കൂടിയുള്ള സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ സംഘടനാ ഭാരവാഹികളായ ജോൺസൺ പയ്യപ്പള്ളി, ഷിബു ആട്ടോക്കാരൻ, PR അഭിലാഷ്, ജോഷി പാഴായി, ലിസൺ ജോൺ എന്നിവർ അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലെ ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തുന്ന നാട്ടുകാരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ വലയുകയാണ്. കൊടുങ്ങല്ലൂർ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊടുങ്ങല്ലൂർ സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് അവശ്യ സംവിധാനങ്ങൾ നിശ്ചലമായത്. ലിഫ്റ്റ് നിയന്ത്രിക്കുന്ന മുറിയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറും മുകൾ നിലയിലായതിനാൽ ഈ 2 സേവനങ്ങളും ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളിലെ ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തുന്ന നാട്ടുകാരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ വലയുകയാണ്. പലരും പുറത്തുള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതോടെ മിനി സിവിൽ സ്റ്റേഷന്റെ മുകൾ നിലകളിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. പല ഓഫീസുകളിലായി ഭിന്നശേഷിക്കാരായ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും ഗോവണി കയറാനാകാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസുകളിൽ എത്തിച്ചേരുന്നത്. 4 ദിവസം മുൻപാണ് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തകരാറിലായത്. വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ചുമതലയുള്ള റവന്യൂ വിഭാഗത്തിന് വീഴ്ച പറ്റിയതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. തകരാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും PWDയെ വിവരമറിയിക്കാൻ താലൂക്ക് ഓഫീസ് വൈകിപ്പിച്ചുവെന്നാണ് പരാതി. നിലവിൽ സിംഗിൾ ഫേസായുള്ള വൈദ്യുതി ലൈൻ 3 ഫേസ് സംവിധാനത്തിലാക്കിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാസങ്ങൾക്ക് മുൻപ് വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ സമരം നടത്തിയിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി നഗരസഭയിൽ ചെയർമാന്റെ മുറിക്ക് മുന്നിൽ വാർഡ് കൗൺസിലറുടെ ഒറ്റയാൾ സമരം. വയോധികനായ ഒരാളുടെ മൃതദേഹത്തോട് ചെയർമാൻ അനാദരവ് കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം നടത്തിയത്. വാർഡ് കൗൺസിലർ VJ ജോജിയാണ് സമരം നടത്തിയത്. മൃതദേഹം സംസ്കരിക്കാൻ നടപടി സ്വീകരിക്കാതെ അനാദരവ് കാണിക്കുന്ന ചാലക്കുടി നഗരസഭാ ചെയർമാന്റെ ധിക്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ചെയർമാന്റെ മുറിക്ക് മുന്നിൽ ഒറ്റയാൾ സമരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വാർഡ് കൗൺസിലർ VJ ജോജിയാണ് സമരം നടത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും നാട്ടുകാർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച വയോധികൻ ചികിത്സയ്ക്കിടെ മെയ് 28-ന് മരിച്ചിരുന്നു. അനാഥനായ ഇയാളുടെ മൃതദേഹം ഇപ്പോഴും സർക്കാർ ആശുപത്രി മോർച്ചറിയിലാണ്. മൃതദേഹം സംസ്കരിക്കാൻ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് 2 തവണ നഗരസഭാ ചെയർമാന് രേഖാമൂലം കത്ത് നൽകിയതായും പറയുന്നു. ഇത്രയും ദിവസമായിട്ടും ഏകദേശം 12 ദിവസമായിട്ടും ആ മൃതദേഹം സംസ്കരിക്കാനുള്ള ചുമതല, അതിൻ്റെ ഉത്തരവാദിത്വം ചാലക്കുടി നഗരസഭയ്ക്കാണ്. ഇങ്ങനെയുള്ള ആരോഗ്യമില്ലാത്ത ആൾക്കാരെ മൃതദേഹം സംസ്കരിക്കേണ്ടത് അതാത് പഞ്ചായത്താണ്, അല്ലെങ്കിൽ നഗരസഭയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്.
12 ദിവസമായിട്ടും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. യാതൊരു താല്പര്യവും ബഹുമാനിയായിട്ടുള്ള ചെയർമാൻ ഈ ഒരു കാര്യത്തിൽ എടുത്തിട്ടില്ല. ഞാൻ ഈ വിഷയം ചെയർമാനായിട്ട് സംസാരിച്ചപ്പോൾ ചെയർമാൻ പറയുന്നത് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി തന്നിട്ടില്ലെന്നാണ്. 12 ദിവസം കഴിഞ്ഞിട്ടും മൃതദേഹം സംസ്കരിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലർ കറുത്ത തുണിയുമായി സമരം നടത്തിയത്. ഇനിയും നടപടിയായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും വിജെ ജോജി പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി. വരന്തരപ്പള്ളിയിൽ 36-കാരിയായ ദിവ്യ കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഭർത്താവിന്റെ സംശയരോഗമെന്ന് പോലീസ്. വെലൂപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളായ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് കണ്ണാറ കരടിയള തെങ്ങനാൽ കുഞ്ഞുമോൻ പോലീസിന്റെ പിടിയിലായി. ചോദ്യം ചെയ്യലിനിടെ കുഞ്ഞുമോൻ കഥകൾ മാറ്റിപ്പറഞ്ഞെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തി. യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ചു കൊന്നത് ഭാര്യയ്ക്ക് മറ്റൊരു യുവാവുമായി ബന്ധമുണ്ടെന്ന സംശയത്തിലാണെന്നാണ് പോലീസ് നിഗമനം. വേലുപ്പാടം വെട്ടിങ്ങപ്പാടം പാറയ്ക്ക ഗംഗാധരന്റെയും ഷീലയുടെയും മകളായ ദിവ്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് കണ്ണാറ കരടിയള തെങ്ങനാൽ കുഞ്ഞുമോൻ പോലീസിന്റെ പിടിയിലായി. ദിവ്യയെ ശനിയാഴ്ച വൈകിട്ട് 4ഓടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയായിരുന്നു ദിവ്യ. ഭാര്യ നെഞ്ചുവേദന മൂലം മരിച്ചെന്നാണ് ബന്ധുക്കളെ പ്രതി അറിയിച്ചത്. എന്നാൽ ഇൻക്വസ്റ്റിനിടെ പോലീസിന് സംശയം തോന്നിയതാണ് കൊലപാതകത്തിലേക്ക് വെളിച്ചം വീശിയത്. കുറച്ചുനാളായി ഭാര്യയെ സംശയമുണ്ടായിരുന്ന കുഞ്ഞുമോൻ ദിവ്യ ജോലിക്ക് പോകുമ്പോൾ രഹസ്യമായി പിന്തുടർന്നിരുന്നു. വഴിമധ്യേ ബസ്സിൽ നിന്നിറങ്ങിയ ദിവ്യ ആൺ സുഹൃത്തിന്റെ ബൈക്കിൽ കയറി പോകുന്നത് കുഞ്ഞുമോൻ കണ്ടു. ഇതാണ് കുഞ്ഞുമോനെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് വീട്ടിൽ കലഹമുണ്ടായി. തുടർന്നായിരുന്നു കൊലപാതകം. പോലീസ് സ്റ്റേഷന് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ദമ്പതികൾ. ഭാര്യ മരിച്ചത് പനിയും അലർജിയും ശ്വാസമുട്ടലും പിടിപെട്ടത് മൂലമാണെന്നാണ് കുഞ്ഞുമോൻ ബന്ധുക്കളെയും നാട്ടുകാരെയും വിശ്വസിപ്പിച്ചത്. എന്നാൽ ദിവ്യയുടെ മുഖത്തും കഴുത്തിലും കണ്ടെത്തിയ പാടുകൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന സൂചനയിലേക്ക് എത്തുകയായിരുന്നു. ആദ്യം ആർക്കും സംശയമുണ്ടായിരുന്നില്ലെങ്കിലും ശരീരത്തിലെ പാടുകൾ ദുരൂഹമെന്ന് പോലീസ് കണ്ടെത്തി. പിന്നീട് ദിവ്യയുടെ ബന്ധുക്കളും പരാതിയുമായി എത്തി. കുഞ്ഞുമോനും ദിവ്യയ്ക്കും 11 വയസ്സുള്ള മകനുണ്ട്. ചോദ്യം ചെയ്യലിനിടെ കുഞ്ഞുമോൻ കഥകൾ മാറ്റിപ്പറഞ്ഞെങ്കിലും ഒടുവിൽ കുറ്റസമ്മതം നടത്തി. മീഡിയ ടൈം, വരന്തരപ്പള്ളി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. മാള അണ്ണല്ലൂർ ജൂബിലി നഗറിൽ വീട്ടിൽ കയറാൻ ശ്രമിച്ചു മോഷ്ടാവ്. മാള ജൂബിലി നഗറിൽ ചക്കാലമറ്റത്ത് ജോസിന്റെ വീട്ടിലാണ് മോഷ്ടാവ് എത്തിയത്. വിദേശത്തുള്ള ജോസിന്റെ ഭാര്യ മാത്രമാണ് അപ്പോൾ വീട്ടിൽ ഉണ്ടായിരുന്നത്. അടുക്കളയിലെ ജനലിലൂടെ ഭാര്യ കള്ളനെ കണ്ട് ഒച്ചവച്ചതോടെ കള്ളൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഏകദേശം 10:45 സംഭവം നടന്നത്. മാള പോലീസിൽ ഉടൻ തന്നെ പരാതി നൽകുമെന്ന് വീട്ടുകാർ അറിയിച്ചു. കേരള മീഡിയ ആൻഡ് ജേർണലിസ്റ്റ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനവും ID കാർഡ് വിതരണവും ആദരവും സംഘടിപ്പിച്ചു. ചാലക്കുടി PWD റെസ്റ്റ് ഹൗസിൽ നടത്തിയ പരിപാടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഭാഗമാണ് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ക്ഷേമ പ്രവർത്തനങ്ങളാണെങ്കിലും ഒക്കെ മാധ്യമ പ്രവർത്തകരാണ് പല കാര്യങ്ങളും അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന മാധ്യമങ്ങളാണ്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി മനോജ് കടമ്പാട്ട് മുഖ്യാതിഥിയായിരുന്നു. ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ID കാർഡ് വിതരണം നടത്തി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, ഭാരവാഹികളായ ഷാലി മുരിങ്ങൂർ, ദിലീപ് നാരായണൻ, റോസ്മേരി ധോണി, PA ഫൈസൽ എന്നിവർ സംസാരിച്ചു. മാധ്യമപ്രവർത്തകരായ CK സുനിൽകുമാർ, CK പോൾ, PA ഫൈസൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടന്നു. മാള വ്യാപാര ഭവനിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു ധൈര്യമുണ്ട്, നല്ല കച്ചവടമുണ്ട്, നല്ല വരുമാനമുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എനിക്ക് നേരിടാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം, അത് ഇന്ന് 80% വരുന്ന കച്ചവടക്കാർക്കും ആത്മവിശ്വാസം ഇല്ല, കഴിയില്ല. അവിടെയാണ് ഇത്തരം കാര്യങ്ങളുടെ പ്രസക്തി. അപ്പൊ കട ഇൻഷുർ ചെയ്യുക, സ്വന്തം ശരീരം ഇൻഷുർ ചെയ്യുക, അത് കുടുംബക്കാർക്ക് കൂടി പ്രയോജനപ്പെടുക, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ
നിർബന്ധമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തണം. പല വിദേശ രാജ്യങ്ങളിൽ കച്ചവടം ചെയ്യണമെങ്കിൽ ഇൻഷുറൻസ് ഇല്ലാണ്ട് കച്ചവടം ചെയ്യാൻ സമ്മതിക്കില്ല. ജോലി ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ജോലി വരില്ല. എല്ലാ പൗരന്മാരും ഇൻഷുർ ചെയ്യുന്ന രാജ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? സമ്പന്ന രാജ്യങ്ങളാണ്, അവർക്ക് എന്തും ആയിക്കൂടെ. എന്നിട്ട് അവർ ഇൻഷുറൻസിനെ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് കഴിയാത്തത് കൂട്ടമായി നിൽക്കുമ്പോൾ കഴിയുന്നു എന്നുള്ളതാണ്. മണ്ഡലം ചെയർമാൻ KI നജാഹ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ ജോയ് മൂത്തേടൻ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ, MB സെയ്തു ചേമ്പലക്കാട്ട്, ആരിഫ് കോറോത്ത്, KJ ശ്രീജിത്ത്, ഖമറുദ്ദീൻ മേത്തല, PP ജോസ്, സോജൻ കല്ലറയ്ക്കൽ, സബ്കാർ പരമേശ്വരൻ, PT പാപ്പച്ചൻ, വിനോദ് കക്കറ, അനിത CC, സുനിത എന്നിവർ സംസാരിച്ചു. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാലുവഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടൂക്കര സ്വദേശി ഷമീറിന്റെ മകൻ 17 വയസ്സുള്ള ഷഹഫീനാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു മരണം. കഴിഞ്ഞ ദിവസം പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പാറയ്ക്ക് മുകളിൽ നിന്നും കാലുവഴുതി വീണാണ് ഷഹഫിന് ഗുരുതര പരിക്കേറ്റത്. ചാലക്കുടി പോട്ടയിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളി കാറിടിച്ചു മരിച്ചു. പോട്ട തോട്ടേപ്പറമ്പിൽ കുഞ്ഞുമാണി ഭാര്യ സരോജിനിയാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 8:15 പോട്ട സുന്ദരിക്കവലയിൽ വെച്ചായിരുന്നു അപകടം. തൊഴിലുറപ്പിന് പോകുന്നതിനായി ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ചേർത്തലയിൽ നിന്നും പാലക്കാടേക്ക് പോവുകയായിരുന്ന കാറാണ് ഇടിച്ചത്. പ്രമുഖ വ്ളോഗർ ജോബി ചുവന്നമണ് സഞ്ചരിച്ച കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ചു. അപകടത്തിൽ ജോബിയുടെ കാലിന് പരിക്കേറ്റു. തിങ്കളാഴ്ച രാവിലെ 6:30ഓടെയാണ് പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് അപകടം നടന്നത്. എറണാകുളത്തേക്ക് പോയിരുന്ന ജോബിയുടെ കാറിന് പുറകിൽ അമിത വേഗതയിലെത്തിയ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജോബിയുടെ കാർ മുന്നിലുള്ള 2 വാഹനങ്ങളിൽ ചെന്നിടിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ജോബിയുടെ കാർ തകർന്നു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ അറസ്റ്റ് ചെയ്തു. പാപ്പിനിവട്ടം മതിൽമൂല പുന്നച്ചാലിൽ വീട്ടിൽ ജിഷ്ണുവിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം ജിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കും. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെ മതിലകത്തുള്ള ജിഷ്ണുവിന്റെ വീട്ടിലും പരിസരത്തും പ്രവേശിച്ച് കാപ്പ സഞ്ചലന നിയന്ത്രണ ഉത്തരവ് ലംഘിച്ചതിനാലാണ് ജിഷ്ണുവിനെ മുപ്പത്തടത്തു നിന്ന് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ അഴീക്കോട് നിയന്ത്രണം വിട്ട കാർ കലുങ്കിലും മതിലിലും ഇടിച്ച് തലകീഴായി മറിഞ്ഞു. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം. അമിത വേഗതയിൽ വന്ന കാർ കലുങ്കിൽ ഇടിച്ച ശേഷം തൊട്ടടുത്തുള്ള മതിലിൽ ഇടിച്ചു തകർത്തു. അപകടത്തിൽപ്പെട്ട കാർ തലകീഴായി മറിഞ്ഞു. കാർ ഓടിച്ചിരുന്ന അഴീക്കോട് കിഴക്കേവളപ്പിൽ പ്രിയേഷിന് പരിക്കേറ്റു. ചാലക്കുടി വെറ്റിലപ്പാറ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ജീവനക്കാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിലെ പ്രതിയെ അതിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. വെറ്റിലപ്പാറ ചിക്ലായി മൂഞ്ഞേലി വീട്ടിൽ മാർട്ടിനാണ് അറസ്റ്റിലായത്. വെറ്റിലപ്പാറ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് രേഖാമോൾ, ആശാ വർക്കർ ഗ്രീനി എന്നിവരുടെ പരാതിയിലാണ് പോലീസ് നടപടി. 1300-ലധികം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവാർഡ് സമ്മാനിച്ച് CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചേറ്റുവ മുതൽ അഴീക്കോട് വരെയുള്ള സ്കൂളുകളിൽ നിന്ന് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് CP ട്രസ്റ്റ് ആദരമൊരുക്കിയത്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചേർന്ന് നക്ഷത്രത്തിളക്കം ഉദ്ഘാടനം ചെയ്തു. CP മുഹമ്മദ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് അധ്യക്ഷത വഹിച്ചു. സിനിമാ താരങ്ങളായ കുഞ്ചാക്കോ ബോബൻ, റഹ്മാൻ, മനോജ് K ജയൻ, കാവ്യ മാധവൻ, രമേശ് പിഷാരടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കൊടകര സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ നിന്നും CBSE +2 10ാം ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് വൈസ് ചെയർമാൻ AG ബാബു അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ A രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതു മാധവൻ, പ്രിൻസിപ്പൽ റോഷൻ P നായർ, ട്രസ്റ്റ് ഇൻചാർജ് ജയശ്രീ R മേനോൻ, മാനേജർ TK സതീഷ്, പ്രിൻസിപ്പൽ റോഷൻ P നായർ, വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ സുകേഷ്, ഷാരഡീസ് ടെക്സ്റ്റൈൽസ് മേധാവി രാധാകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മുരിങ്ങൂരിൽ ഫ്ലൈ ഓവർ പണിയുന്നതിന്റെ ഭാഗമായി നാഷണൽ ഹൈവേയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ ബസ് സർവീസുകൾ അവതാളത്തിൽ. സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ബസ് ഉടമ സംഘടനാ ഭാരവാഹികൾ.
വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ ജീവനക്കാർ. ചാലക്കുടി നഗരസഭാ ചെയർമാന്റെ മുറിക്ക് മുന്നിൽ വാർഡ് കൗൺസിലറുടെ ഒറ്റയാൾ സമരം. വയോധികനായ ഒരാളുടെ മൃതദേഹത്തോട് ചെയർമാൻ അനാദരവ് കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.